കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ പേര് നരേന്ദ്രൻ, പെരുവണ്ണാപുരത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. അടുത്തിടെ നമ്മുടെ പഞ്ചായത്ത് വക ഒരു ഫംഗ്ഷൻ ഉണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു യാത്രയപ്പ്. അതിന് 100 പേർക്കുള്ള ഭക്ഷണം വേണം. എന്താ കുടുംബശ്രീ നടക്കുവോ? ഓർഡർ തന്നാ നടക്കും സാർ. ഇവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് വരെ സദ്യ വിളമ്പുന്നവരാ ഞങ്ങള്. അതുകൊണ്ടാ മുമ്പ് സാർ ഈ പേര് കേട്ടതും ഇവിടെ അന്വേഷിച്ചു വന്നതും. സന്തോഷം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആ, ചായക്ക് എത്രയായി? 10 രൂപ. ഇന്നിപ്പോ തീയതി 23 അല്ലേ? 27 ഫംഗ്ഷൻ. അഡ്വാൻസും കൊടുത്ത് ആളെ വിടാം. ശരി. എല്ലായിടത്തും അന്വേഷിച്ചില്ലേ? ഇവരോടും കൂടി ചോദിച്ചാലോ ഇവളെ അറിയോന്ന്. വണ്ടി എടുക്കടാ. എപ്പോഴും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ നാടകവും മിമിക്രി കാണിക്കുന്നത് പതിവാണല്ലോ. അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദനയും വിഷമവും എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ശാരദാമ്മ, ഇത് ശാരദാമ്മയുടെ വീടാ. ആളിവിടെ ഇല്ലെങ്കിൽ കടയിൽ കാണും. ഞാൻ വിളിക്കാം. ശാലിനി, എടോ, തനിക്ക് എങ്ങനെ ഈ യന്ത്രത്തെ പോലെ സംസാരിക്കാൻ കഴിയുന്നേ? ഞാനൊരു പുരുഷനല്ലേ, ഈ വീട്ടിലൊരു അംഗമാണ്. ശാരദാമ്മയുടെ മരുമകൻ, തന്റെ കഴുത്തിൽ താലി കെട്ടി ഭർത്താവ്. പ്ലീസ്, ബന്ധക്കണക്കുകൾ പറഞ്ഞൊരു വികാര വിക്ഷുബ്ധ രംഗം ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യക്കുറവുണ്ട്. സത്യഭാമയാണ് അതിന് പറ്റിയ ആള്. താങ്കൾ അങ്ങോട്ട് പോകുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളുടെ സ്വന്തം കഴുത്തിൽ മറ്റൊരു ബെൽറ്റ് ഉണ്ടെന്നും ഉടമസ്ഥ അതൊന്നും വലിച്ചു മുറിക്കുക. നമ്മുടെ ദാമ്പത്യം 2 വഴിക്ക് പിരിഞ്ഞു പോകുന്നു. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന. ശാലിനി,
വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിനക്കല്പം വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി ആരെ ഇങ്ങനെ വളഞ്ഞു കെട്ടി പരിഹസിക്കുന്നത് ഭയങ്കര ബോറാണ്. അമ്മ, ഞാൻ മതിയാക്ക. കഴുത്തിൽ ബെൽറ്റ് കെട്ടിയാലും ഇല്ലെങ്കിലും വിഷ്ണു എന്റെ മരുമകനാണ്. അവൻ വന്ന നടപ്പടിയിൽ നിർത്തി അല്ല വിശേഷം ചോദിക്കല്, അകത്ത് കയറ്റി ഇരുത്തി സൽക്കരിച്ചിട്ടാ. മോൻ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഏയ് വേണ്ട ശാരദമ്മേ, ഞാൻ ഒരു കാര്യം പറയാൻ വന്നേ ഉള്ളൂ. പോണം. അത് അർജുന്റെ നാട്ടില് മുടിപ്പൊരു ഉത്സവം തുടങ്ങി. ദേവിയെ പറക്കി എഴുന്നള്ളിച്ച് ഓരോ വീട്ടിലും വരുന്ന ഒരു ചടങ്ങാ. കുടുംബത്തില് ബന്ധുക്കളെ കൊത്തുകൂടി സദ്യ ഉണ്ടാവും. വസുമതി ആന്റി പറഞ്ഞത് ഇവിടുന്ന് ആള് ചെല്ലണമെന്നാ. അയ്യോ, ഉത്സവം തുടങ്ങിയല്ലേ? ഞാൻ ആ മുടുപ്പരയ്ക്ക് സ്ഥിരം പോകാറുള്ളതാ. നല്ല ചടങ്ങല്ലേ? എല്ലാ വീട്ടിലും എല്ലാവരും ഒത്തുകൂടുമ്പോ തന്നെ ഒരു ഐശ്വര്യ. ഞങ്ങള് വരും മോനെ. അമ്മ, നമ്മള് പോകും. നീ ഇപ്പൊ പോയി വിഷ്ണുവിനൊരു ചായ എടുത്തോണ്ട് വാ. ചെല്ല്. അത് ചെല്ലൻ. മോനെ, മോനൊന്നും വിചാരിക്കരുത്. അവളുടെ ഉള്ളാകെ കലങ്ങിയിരിക്കുക. മനസ്സിലുള്ളതല്ല നാവ് പറയുന്നത്. കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. വിവാഹം കഴിഞ്ഞെങ്കിലും ഇത്ര നാളായിട്ട് നിങ്ങൾ തമ്മിലൊരു ദാമ്പത്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ആ രാത്രി നടന്ന സംഭവം ഏതൊരു പെൺകുട്ടിയുടെയും ഉള്ളു തകർത്ത് കളയുന്നതാ. അറിയാമേ, സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഞാനൊരല്പം ശ്രദ്ധിക്കണമായിരുന്നു. അമ്മ അപ്പൊ ഇവിടെ കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എല്ലാത്തിനും കാരണം സുസ്മിതയാ. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. മോനിരിക്കെ, അവളിപ്പോ ചായ കൊണ്ടുവരും. കുടിച്ചിട്ടേ മോൻ പോവാവൂ. നിക്ക്. അതെ, നിന്നെ കൊണ്ട് മനഃപൂർവ്വം അവനൊരു ചായ കൊടുപ്പിക്കുന്നതാ. താലി കെട്ടിയ പുരുഷന് ഭാര്യ ഭക്ഷണം കൊടുക്കുമ്പോ അതൊരു വേവിച്ചതും തിളച്ച് പാകപ്പെട്ടതുമായ ഭക്ഷണവസ്തു മാത്രമല്ല, സ്വന്തം ജീവിതവും മനസ്സും കൊണ്ടുള്ള വിശപ്പാറ്റല. അതില് സങ്കടത്തിന്റെയും പരിഭവത്തിന്റെയും ഉപ്പ് അധികം ചേർന്നാൽ കയ്ക്കും. സന്തോഷത്തിന്റെ മധുരമാണ് ആ ബന്ധത്തെ നിലനിർത്തുന്നത്. കുടുംബശ്രീ ശാരദയുടെ അടുക്കള കണ്ട് വളർന്ന നീ അതുകൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. സോറി. പറഞ്ഞ് അവസാനിപ്പിക്കണ്ട.
ഈ ഫയലിൽ ഉടൻ ആക്ഷൻ വേണം. യെസ് മാഡം. ഷാൽ ഐ ഗോ? എന്താടോ എൻഗേജ്മെന്റ് തിരക്കിനിടയിൽ പതിവില്ലാത്തൊരു വിളി? ഞാൻ ഇൻവിറ്റേഷൻ വീട്ടിലെത്തിച്ചിരുന്നു. ഞാൻ കണ്ടു. അന്ന് വേറെ തലവേദനകളൊന്നും ഇല്ലെങ്കിൽ എൻഗേജ്മെന്റിന് ഞാൻ ഉണ്ടാവും. ASP ശ്രീരഞ്ജിനിയെ ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കും. അപ്പോ സഞ്ജുന്റെ ഫ്രണ്ടായിട്ടല്ല ഞാൻ വരേണ്ടത്. എന്നാ യൂണിഫോമിൽ വന്നേക്കാം. അയ്യോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. താൻ യൂണിഫോമിൽ കയറുന്നതിന് മുൻപേ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ഞാൻ വരാൻ ശ്രമിക്കാം സഞ്ജു. തന്റെ പെണ്ണിനെയും കാണാലോ. യു ആർ ഓൾവേസ് വെൽക്കം. ഓക്കെ സഞ്ജു, അഡ്വാൻസ്ഡ് എൻഗേജ്മെന്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. ഞാനേ ആ സ്ഥലപ്പേരൊന്ന് കുറിച്ചെടുത്തോട്ടെ. പെരുവണ്ണാപുരം, അതല്ലേ ശരിക്കുള്ള പേര്? ഓക്കെ താങ്ക്സ് എ ലോട്ട്. അമ്മ പോയ സ്ഥലം അറിഞ്ഞു വെച്ചാ? ഇവിടുന്നൊരു 150 കിലോമീറ്ററിന് പുറത്തു വരും ഒരു കുഗ്രാമം. പെരുവണ്ണാപുരം എന്നാ സ്ഥലത്തിന്റെ പേര്. 150 കിലോമീറ്ററിന് അപ്പുറത്ത് കിടക്കുന്ന പെണ്ണിനെ നിങ്ങൾ അന്വേഷിക്കുന്നത്? പ്രഭയ്ക്ക് വേറെ ജോലിയില്ലേ? കിട്ടിയവരച്ഛൻ പറ, ഞാൻ അതിനാ വെയിറ്റ് ചെയ്യുന്നത്. രാഘവൻ അവിടെ എത്തിയ ഉടനെ ഏജൻസിയെ വിളിച്ചു പറഞ്ഞു. അവിടുത്തെ ഏതോ വലിയ തറവാട്ടുകാരാ. പിറ്റേന്ന് മുതൽ രാഘവന്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. പിന്നീട് രാഘവൻ വിളിച്ചില്ലെന്നാ പറഞ്ഞത്. ഏറെക്കുറെ ഒരേ സമയത്ത് 2 ഫോണുകൾ സൈലന്റ് ആയ. ഇതൊരു നിസ്സാര കാര്യമായി കാണാൻ പറ്റില്ല. മരണ വീടാണെന്ന് കരുതി അമ്മോ ഫോൺ ഓഫ് ആക്കിയതാവാം. പക്ഷേ രാഘവന്റെ കാര്യത്തിൽ അങ്ങനല്ല. സംതിങ് ഈസ് റോങ്. അയാളെ ആ പെണ്ണിനെയും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നാണോ പ്രഭ കരുതുന്നത്? എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. പക്ഷെ ഒരു ദുരൂഹതയുണ്ട്. അമ്മു താമസിച്ചതും പോയതും ഈ വീട്ടിൽ നിന്നാ. നമ്മളാണ് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതും. നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെ പ്രഭ എന്തിനാ കാട് കയറി ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. സ്വാതി, സഞ്ജു, അച്ഛൻ ആ ട്രാവൽ ഏജൻസിയിൽ വിളിച്ചു. എന്നിട്ട് വല്ല ഇൻഫർമേഷൻ കിട്ടിയോ? അമ്മുവിന്റെ വല്യമ്മയുടെ വീടും സ്ഥലപ്പേരും അറിയാൻ കഴിഞ്ഞു. അഡ്രസ് കിട്ടിയില്ലേ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആ നാട്ടില് വലിയ കുടുംബക്കാരാ. മരണ വീടാണെന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ എളുപ്പമാവില്ലേ? എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, ഏതാ സ്ഥലം? പെരുവണ്ണാപുരം. ഹലോ സഞ്ജു. ലിച്ചുന്റെ നാട്. ഹലോ. ചേട്ടാ, എല്ലാം റെഡിയായില്ലേ? അതെ കുഞ്ഞെ. പറയെടുക്കാൻ എപ്പോഴാ എഴുന്നള്ളിപ്പ് വരണേ? സമയം വല്ലത് പറഞ്ഞോ കമ്മിറ്റിക്കാര്? നെല്ലും കൊലയൊക്കെ എടുത്തെടുത്ത് വരണ്ടേ മോളെ? വെയിൽ കനത്തിട്ട് എത്തുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാ ചേട്ടൻ പോയ വെട്ടിവെച്ച കൊലകൂടി എടുത്തു വെക്കാം. അപ്പോഴേക്കും ഞാൻ ഈ വിളക്ക് മുഴുവൻ കത്തിച്ചു വെക്കാം. ആ ശരി. ആ, എണ്ണ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലെ? കുംഭമാസത്തിലെ പറയെഴുന്നള്ളിപ്പ് വിഷു വരെ ആകാന്നാ പറയുന്നേ. ദേവി വിശേഷാൽ പ്രസാദിക്കുന്ന ദിവസങ്ങളാണത്രേ ഇത്. പ്രാർത്ഥിക്കുന്നത് എന്തും നടക്കും, പ്രത്യേകിച്ച് നമ്മളെ സ്ത്രീകൾക്ക്. അല്ല അമ്മോ, നീ ഏതോ ഓർഫനേജിൽ വളർന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനാ ഈ ആചാരങ്ങളൊക്കെ ഇത്ര നിശ്ചയം? അത്
അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആരാധനയായിരുന്നു. അനാഥാലയത്തില് പറ എഴുന്നള്ളിപ്പോ. ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന കുടുംബക്കാരാ ഞങ്ങള്. എന്നിട്ട് എനിക്ക് പോലും നിശ്ചയമില്ലാത്ത രീതിയിലല്ലേ നീ ഓരോ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും. ജനിച്ചു വീണപ്പോ മുതൽ ഇതൊക്കെ കാണുന്നത് പോലെ. അത് പിന്നെ ചേച്ചി എന്നെ ദത്തെടുത്തൊരു വീട്ടുകാരെ പറ്റി പറഞ്ഞില്ലേ, അവരിതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന വീട്ടുകാരായിരുന്നു. അതാ ഇവിടുത്തെ അമ്മ കാര്യം പറഞ്ഞപ്പോ എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയത്. എന്തോ എവിടെയോ നിനക്ക് ചില സീക്രട്ടുകൾ ഉണ്ടോന്നൊരു സംശയം. കണ്ടുപിടിച്ചോളാം. ഒന്ന് പോ ചേച്ചി, എന്തോന്ന് സീക്രട്ട്? ചിത്ര എവിടെ പോയി? ചിത്രേ, എടി ചിത്രേ, നീ ഇതെവിടെയാ പോയി കിടക്കുന്നേ? എന്ത് ചേച്ചി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഇതൊക്കെ ഇവിടെ പതിവാ. എടി ചിത്രേ, ദാ വരുന്നു. നിങ്ങൾ രണ്ടാളും അകത്ത് പോയി കിച്ചണിലെ കാര്യങ്ങൾ നോക്ക്. അല്ലമ്മേ, ഇതൊക്കെ തീരാതെ പറയുന്നതങ്ങ് കേട്ടാ മതി. ബാഹുലേനല്ലേ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തത്. അയാൾ എന്നെ ബാക്കി ചെയ്തോളൂ. വാമോ. ചേച്ചി പോയി കുറച്ചു സമയം വിശ്രമിച്ചോ. കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ കൂടി കൂടാമോ? ഇവിടെ ചെയ്യാൻ രണ്ടാൾക്കുള്ളതൊന്നും ഇല്ല ചേച്ചി. ചേച്ചി പോയി റെസ്റ്റ് എടുക്ക. ശരി. എന്താ അമ്മേ? കുന്തം, നീ എന്ത് ചെയ്യാ മുറി അടച്ചിരുന്ന്? കുറെ നേരം ആയല്ലോ. ഞാനൊന്ന് മയങ്ങിപ്പോയമ്മേ. മയങ്ങിപ്പോയമ്മേ? ദേവിയുടെ പറയെഴുന്നള്ളിപ്പ് വരുന്ന ദിവസം കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിന് പറയാൻ പറ്റിയ ന്യായമാണോ ഇത്? ശരി, അത് കൊള്ളാം. ഞാൻ പിന്നെന്താ ഇവിടെ വെളിച്ചപ്പാടായിട്ട് വാളെടുത്ത് നിന്ന് തുള്ളണോ? തുള്ളിയാലും കുഴപ്പമില്ലടി. നിന്റെ നന്മയ്ക്കായിട്ടാ ഇവിടെ ഞാനിങ്ങനെ ഓരോന്ന് നടത്തുന്നത്. നീ വേണോ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ? ആ അസത്തോ വേലക്കാരി പെണ്ണോ അല്ല. നിനക്ക് വേണ്ടി ഞാൻ ആനന്ദമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ. ആ പ്രീതി വയറ് വീർപ്പിച്ചോണ്ട് വന്നിരിക്കല്ലേ അമ്മേ. ഇനി അതൊന്നും നടക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഏട്ടൻ ഇനി ആ ഗർഭത്തിന്റെ പുറകെ നടക്കാൻ സമയം ഉണ്ടാവും. അവൻ അങ്ങനെ കരുതിയാൽ അങ്ങനെ. പക്ഷേ നമ്മൾ അപശകനമെന്ന് കരുതുന്ന പ്രീതിയുടെ വയറ് തന്നെ നമുക്കൊരു ലോട്ടറി ആക്കിയല്ലോ എന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. നിറവയറിനെ ലോട്ടറി ആക്കാനോ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? അമ്മ പലതും ഉദ്ദേശിക്കുന്നുണ്ട്. പറയെഴുന്നള്ളിപ്പിന് ബന്ധുമിത്രാദികളെ ഇങ്ങോട്ട് ക്ഷണിച്ചത് മഹാദേവി ഈ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കുമെന്ന് കരുതി മാത്രമല്ല. ദേവിക്കൊപ്പം ഈ വസ്മതി കൂടെ അധ്വാനിച്ച് ചില ഐശ്വര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് എത്തിച്ചേർന്നോട്ടെ. നീ കണ്ടോ, ഇന്ന് പലതും ഇവിടെ നടക്കും. എന്റെ ദേവി, കൂടെ നിന്ന് സഹായിക്കണേ. അമ്മേ, ദേ സമയം ഒരുപാടായി. ഇതെന്താ ഇത്ര താമസം? ദേ വരുന്ന പെണ്ണേ. ഒരു സാരി മാറാനുള്ള സമയമല്ലേ ഞാൻ എടുത്തുള്ളൂ. അതിനെന്തിനാ നീ ഇത്ര ധൃതി വെക്കുന്നേ? ആഹാ,
അതമ്മയ്ക്ക് ഇനി മനസ്സിലായില്ലേ ഈ തിടുക്കത്തിന്റെ കാരണം എന്താണെന്ന്? എന്ത് തിടുക്കം? നീ എന്താ ഒരുമാതിരി കുത്തുവർത്താനം പറയുന്ന പോലെ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ, എന്നെ വിട്ടേക്ക്. അങ്ങനെ ഇപ്പൊ വിടുന്നില്ല. നീ പറയടി, ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. ആ എന്നാ പറഞ്ഞു കളയാം. പ്രീതി ചേച്ചി ബാത്റൂമിൽ വീണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കുഞ്ഞേച്ചി വസുമതി ആന്റിയുടെ വീട്ടിൽ പോയത് അമ്മ ഓർക്കുന്നില്ലേ? ആ, അവിടെ വെച്ച് ഒരാളെ കണ്ണോട് കണ്ണ് കണ്ടപ്പോ പിണക്കത്തിന്റെ മഞ്ഞുമലയൊക്കെ ഉരുകി നീരാവിയായി പോയി. ആളിപ്പോ ചടങ്ങിന് അവിടെ ഉണ്ടാവും. കക്ഷിയെ കാണാനുള്ള തിടുക്കത്തിലാ കുഞ്ഞേച്ചി ഇപ്പോ. ഇവള് പിണങ്ങാനും ആരുടെ കാര്യോടി നീ പറയുന്നേ? അയ്യോ, ഒരു ട്യൂബ്ലൈറ്റ് കേസ്. എന്റെ അമ്മയൊന്ന് പോവാൻ നോക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ അയ്യോ, നീ അത് പറഞ്ഞത് കാര്യമായി. കടയുടെ പുറകുവശത്തുള്ള ട്യൂബ്ലൈറ്റ് മാറ്റാനേ ചിലപ്പോ ശങ്കരേട്ടൻ വന്നേക്കുവേ. ആ ശാന്തയോടൊന്ന് പറഞ്ഞേക്ക്, ലൈറ്റ് വാങ്ങിയത് ഞാൻ ആ സ്റ്റോർ റൂമിന്റെ തട്ടുമ്പുറത്ത് വച്ചിട്ടുണ്ടെന്ന്. ഓ ആയിക്കോട്ടെ, പറഞ്ഞോളാം. നീ വാടി. അല്ല, നീ ഏതോ മഞ്ഞുമല ഉരുകുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഈ ഡാമൊക്കെ പൊട്ടുന്ന പോലെ അതുകൊണ്ട് നമുക്ക് വല്ല കുഴപ്പമുണ്ടാവൂടി? അമ്മേ, ഇവക്ക് വട്ട അമ്മേ. കൂടുതൽ നേരം സയൻസ് പഠിച്ചാലും ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അമ്മ ഒന്ന് വണ്ടി കയറാൻ നോക്ക്. പൊട്ടിടി. ആ അപ്പോഴേ നീ അധികം സയൻസ് ഒന്നും ഇനി പഠിക്കണ്ട കേട്ടോ. വട്ടുകൂടിയാ ചികിത്സിക്കാനൊക്കെ വലിയ ചെലവാ. അപ്പൊ പോയിട്ട് വരട്ടെ ശ്യാമമോളെ. ഓ ആയിക്കോട്ടെ, ടാറ്റ. അമ്മ പാവം പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചോട്ടെ. ഞാൻ ഈ നാട്ടുകാരിയല്ലേ. മോളെ, നീ ഹാപ്പി അല്ലേ? അതെ അമ്മ, എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയാ ശ്യാമയുടെ മുമ്പിൽ അമ്മ പൊട്ടം കളിച്ചെന്നൊക്കെ എനിക്കറിയാം. എനിക്കും വിഷ്ണുവേട്ടനും ഇടയിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മ. ഞാനേ കുടുംബശ്രീ ശാരദയുടെ മോളാ. ശാരദയുടെ അടുക്കളേന്ന് രുചിഭേദങ്ങൾ പഠിച്ചവൾ. ഇപ്പൊ എനിക്കറിയാം ചേർക്കേണ്ട ഉപ്പിന്റെയും മധുരത്തിന്റെയും പാകം എന്താന്ന്. നല്ല കുട്ടി. പോ. വാ. നമ്മുടെ പ്രസിഡന്റിലേ നിൽക്കണേ. നരേന്ദ്രൻ തമ്പി പഞ്ചായത്ത് ഭരണമൊക്കെ നിർത്തിവെച്ച് ഫുൾ ടൈം സിറ്റിയിലാണ് കറക്കമെന്ന് കേട്ടല്ലോ. എന്താ, നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഭരണം നടക്കാതിരുന്ന നഷ്ടം ഞങ്ങൾക്കല്ലേ പ്രസിഡന്റ്. നിനക്ക് നാണമില്ലേ നരേന്ദ്ര? കെട്ടിച്ചു വിട്ട പെണ്ണിന്റെ പിന്നാലെ മണം പിടിച്ച് നടക്കാൻ. ഒരു ഭാര്യയാണ് നിനക്ക് വേണ്ടെങ്കിൽ നീ പറ, ഞങ്ങൾ നടത്തിത്തരാം. എന്താ രാമനാരെ? പക്ഷേ പെണ്ണിന് പ്രായം 18 വാശി പിടിക്കാൻ പാടില്ല. ലച്ചുവിന്റെ സൗന്ദര്യവും കാണില്ല. സമ്മതമാണോ? എന്താ? നിർത്തടാ. നീയൊക്കെ എന്താ സംസാരിക്കുന്നേ? അന്നാ പയ്യനെ കൊണ്ട് ലച്ചുവിന്റെ അടുത്ത് തലയടിച്ചതേ നിങ്ങളൊക്കെയാ. എന്നിട്ട് എന്തായി? അവനവിടെ പോയ വഴിക്ക് ഉപേക്ഷിച്ചിട്ടേ കടന്നളഞ്ഞു. തെരുവ് കിടന്നേ അവളെ നശിച്ചു പോകാതെ ഞാനൊരു ജീവിതം കൊടുക്കാൻ ശ്രമിച്ചതാണോ തെറ്റ്? ഒന്ന് മതിയാക്ക് നരേന്ദ്ര. ആ പരിപ്പ് ഇവിടെ ഇനി വേവൂല്ല. ലച്ചു ഭാഗ്യമുള്ള പെങ്കൊച്ച. അവളെ അവൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. അവനാ അവളെ ഡ്രൈവറേയും കൂടെ കൂട്ടി ഇങ്ങോട്ട് വിട്ടത്. ഡ്രൈവറോട് ഞങ്ങൾ സംസാരിച്ചതാ. നീ അവളെ പിടിക്കാൻ ഗുണ്ടകളെ കൂട്ടിപ്പോയതും അവര് നിന്നെ ചവിട്ടി കൂട്ടിയതും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. ഒന്നുമില്ലേലും താനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലയോടാ. ഒരു പെണ്ണിന്റെ പേരിൽ റോഡിൽ കിടന്ന് ഇങ്ങനെ തല്ലുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോടാ? കുറച്ചൊക്കെ ഉളുപ്പ് വേണം, ഉളുപ്പ്. ലച്ചുവിന്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. അവൻ നല്ല ആണത്തുള്ള പയ്യനാ. അവന്റെ കൈയുടെ ചൂട് നന്നായിട്ട് അറിഞ്ഞാലേ ഈ പരിപാടി നിർത്തുന്നതാ നല്ലത്. ഇങ്ങനെ പോയാ ഒരു ബൈ-ഇലക്ഷൻ ഉടനെ വേണ്ടി വരും ചന്ദ്രൻപിള്ള സാറേ. ഈ പ്രസിഡന്റിന്റെ പ്രതിമ ചന്ദ്രൻപിള്ള സാറ് എന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും. നിങ്ങളോടൊന്നും മറുപടി പറയാൻ ഞാനില്ല.
നീയൊക്കെ സത്യം എന്താന്ന് അറിയും? അവള് തന്നെ പറയും. ഓ നമുക്ക് കാണാം. മാറിക്കണം. മാറങ്ങോട്ട്. കുമാര 2 സോഡ നാരങ്ങ എടുക്കും. ഓ എന്തോ ചെടി? ടയർ പഞ്ചറായമേ. അയ്യോ എടി, ഈ പകരം മാറ്റിയിടുന്ന ഏതാണ്ട് ഒരു കുന്ത്രാണ്ടം ഇല്ലേടി? സ്റ്റെപ്പിനിയുടെ കാര്യമാണ് അമ്മ ഉദ്ദേശിച്ചത്. ബെസ്റ്റ്. ഇത് രണ്ടും ഒട്ടിച്ചോണ്ട് നടക്കുന്നത് എങ്ങനെയാന്ന് എനിക്കേ അറിയൂ. ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ ആളുടെ ശരീരം പോലെയാ നമ്മുടെ ടയറിന്റെ കാര്യം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ പഞ്ചറുകടെയൊക്കെ അന്വേഷണം നടന്ന് ഇത് ഒട്ടിക്കാൻ പോയാലേ മെനക്കേടാമേ, സമയത്ത് അങ്ങ് എത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ നമുക്കേ ഒരു ഓട്ടോയോ മറ്റോ പിടിച്ചു പോവാനേ നിവൃത്തിയുള്ളൂ. അതിന് ഈ വഴി ഓട്ടോ ഒക്കെ വരുകൂടി? ആകെ ഒരു വിജനതയാണല്ലോ. ചമ്പൽ കൊള്ളക്കാരൊന്നും ഇവിടെ ഇല്ല, അമ്മ പേടിക്കാതെ. തൽക്കാലം കാത്തു നിൽക്കല്ലേ വഴിയുള്ളൂ. ചിത്രേ, ആഹാ, വരണം വരണം. നമസ്കാരം ഉണ്ട് കേട്ടോ. നമസ്കാരം. ആൾക്കാരൊക്കെ എത്തിയോ? ആ, എല്ലാവരും തന്നെ എത്തി. അകത്തേക്ക് ഇരിക്കാം. ആ, എന്തേലും കുടിച്ചിട്ടിരിക്കേ. അവിടെ അമ്മു എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അവളോട് പറഞ്ഞാ മതി. ശരി, അകത്തേക്ക്. അല്ല, ആരാ ഇത്? സുഭദ്രേച്ചി എന്താ വൈകിയത്? നിങ്ങളെപ്പോലെ വേണ്ടപ്പെട്ടവരൊക്കെ
എങ്ങനെയുണ്ട്? ഏയ് കുഴപ്പമൊന്നുമില്ല. വാ വിഷ്ണുട്ടാ. വരാമാണ്. അതിപ്പോ നമ്മളിപ്പോ എന്ത് പറയാനാ? ചേട്ടാ നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. സത്യാമേ നമസ്കാരം. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ആയിക്കോട്ടെ. വിഷ്ണു ദേ അങ്ങോട്ടിരിക്കാം. അവൻ ഗൾഫിൽ നിന്ന് വന്നിരുന്നു. അത് ശരി. പറഞ്ഞില്ലേ? അമ്മ വാ, നമുക്ക് മുകളിലിരിക്കാം. അതെ അതെ. മോളെ നീ നടക്ക്. നിനക്കുള്ള അടി തുടങ്ങിയിട്ടില്ല സത്യഭാമേ. വടിവെട്ടാൻ ഞാൻ ആളിനെ അയച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പോ കുറെ നേരം ആയല്ലോ മോളെ. എത്ര നേരമായി ഇന്ന് ഇപ്പൊ തുടങ്ങിയിട്ട്. ഇതിപ്പോ വസുമതിയുടെ വീട്ടിലെത്താനും നേരം വൈകും. എന്നാ പിന്നെ നമുക്കൊന്ന് നടന്നാലോ അമ്മേ? അപ്പൊ വണ്ടിയോ? വണ്ടി ഇവിടെ ഇരിക്കും അമ്മേ. ഈ സാധനത്തിന് ആരും എടുത്തോണ്ടൊന്നും പോവില്ലെന്നേ. കള്ളം വന്നാലുവേ നന്നാക്കാനായിട്ട് ഒരു 19 രൂപ ഇതിലൊട്ടിച്ചു വെച്ചിട്ട് പോത്തേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 5 മിനിറ്റ് കൂടെ നോക്കിയിട്ട് ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടക്കാം. എന്താ? ശരി, 5 എങ്കിൽ 5. ഞാൻ റെഡി. ആ കാറ് പിന്നിലോട്ട് വരുന്നല്ലോ. പരിചയമുള്ള ആരോ ആണെന്ന് തോന്നുന്നു. ഹലോ, എന്താ ഉദ്ദേശം? റോഡിന്റെ നടുക്ക് എറിയുന്ന മനുഷ്യനെ ഉപദ്രവിക്കാന്നാണോ? അയ്യോ, അതിന് ഞങ്ങൾ എന്താടി ഇവളെയൊക്കെ കണ്ടിട്ട് പോലീസാന്ന് കരുതി അമ്മ വേണം തെങ്ങി മടൽ വെട്ടി തല്ലാനായിട്ട്. സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങൾ ഇവൾക്കിട്ടിരുന്ന ഓമനപ്പേര് എന്താണെന്നറിയോ? ഈർക്കിൽ പോലീസ് എന്നാ.
അയ്യോ, സ്വാതി മോളാണോ ഇത്? ആഹാ, അപ്പോ എന്നെ പറ്റിയൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലേ? പിന്നില്ലാതെ നിന്റെ ജനന തീയതിയും രാശിചക്രവും ഗ്രഹനിലയടക്കം സകലതും. പിന്നെ നിന്റെ സഞ്ജുവായിട്ടുള്ള ചുറ്റിക്കളിയുടെ ഹോട്ട് ന്യൂസാ അവസാനം പറഞ്ഞത്. ആഹാ, ബെസ്റ്റ്. എന്റെ ഇൻട്രൊഡക്ഷനെ ഇത്രയും ബിൽഡപ്പ് ഒന്നും വേണ്ടായിരുന്നു. സാരല്ലേടി, പോട്ടെ, എന്റെ അമ്മയുടെ അടുത്തല്ലേ. അടെ, ഇർക്കിലി പോലീസ് ഇപ്പൊ എങ്ങോട്ടാ? സഞ്ജുവിന്റെ അടുത്തേക്കാടി. കല്യാണം നിശ്ചയിച്ചിട്ട് ഈ ചുറ്റിക്കളി നിർത്താറായില്ല അല്ലേ? ഇത് ചുറ്റിക്കളിയൊന്നും അല്ലടാ. ഞങ്ങൾ രണ്ടാളും ഒരാളെ അന്വേഷിച്ചിട്ടുള്ള യാത്രയില്ല. അതാര്? അത് ശാലി, 1 മിനിറ്റ്. സഞ്ജു, ഇല്ല ദയത്തി, ഓൺ ദ വേ ഞാനൊരു ഫ്രണ്ടിനെ കണ്ടു. പറയാറില്ലേ, ശാലിനിയും കുടുംബശ്രീ ശാരദാമ്മയും. ആ, ഇല്ല ഞാൻ ഉടനെ എത്തും. ശരി. അല്ല, തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ സ്വാതി. ഏയ്, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ കുടുങ്ങിയ മട്ടുണ്ടല്ലോ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയല്ലേ? പഞ്ചർ. വിഷ്ണുവിന്റെ അനിയത്തി പ്രീതിയുടെ വീട്ടിലൊരു ചടങ്ങുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാ മോളെ. ഒരുപാട് വൈകിപ്പോയി. എങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം നിങ്ങളെ. വാ, കേറ്. അയ്യോ, അത് വേണ്ടടി, നീ തിരക്കില്ലല്ലേ? ഞാനും ഈ വഴിയല്ലേ. കേറിങ്ങോട്ടെ. എടി, ഉറപ്പാണോ? കേറിങ്ങോട്ടെ. വാ ശാരദാമ്മേ, വാ. നിനക്കിവിടെ സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മ വിചാരിക്കുന്ന അത്ര പ്രശ്നമൊന്നുമില്ല. വസുമതിയല്ലേ, എനിക്കറിയാം. അങ്ങനെയല്ലമ്മേ, മക്കളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്ന എല്ലാ അമ്മമാർക്കും ഇങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ശാരദാമ്മ പലവട്ടം സങ്കടത്തിൽ ഇറങ്ങി പോകുന്നത് അമ്മ കണ്ടിട്ടില്ലേ? അതിനിടയിൽ നീ എന്നെ ഒന്ന് കുത്തി അല്ലേ? കുത്തിയതല്ലമ്മേ, ഒരു സത്യം പറഞ്ഞെന്നേ ഉള്ളൂ. മറ്റൊരാളുടെ അമ്മയെന്നുള്ള രീതിയിൽ അമ്മ വസുമത എന്റെ കാണുമ്പോഴേ കുഴപ്പമുള്ളൂ. കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ അമ്മയും സ്വന്തം അമ്മ തന്നെയാ. പെൺകുട്ടി മാത്രമല്ല, അവളുടെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ തന്നെ കാണണം. സ്വന്തം മക്കളെ അമ്മ വഴക്ക് പറയാറില്ലേ, അതുപോലെ കണ്ടാ മതി. ഇപ്പോഴും സ്വന്തം കാര്യമല്ല, ശാലിനിയെ ന്യായീകരിക്കുക നീ. നമ്മൾ സ്വന്തം കാര്യം മാത്രമല്ലമ്മേ നോക്കേണ്ടത്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ കൂടി നിന്ന് കാര്യങ്ങൾ കാണണം. കഴിഞ്ഞ ദിവസം ഈ ശാലിനി എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടാവും നീ. അറിഞ്ഞമ്മേ, വിഷ്ണുവിന്റെ ശാലിനിയുടെയും ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമല്ലേ അമ്മ ഉദ്ദേശിച്ചത്? അതില് ശാലിനി നിരപരാധിയാണെന്ന് എനിക്കറിയാം. പറഞ്ഞാലും ചിലപ്പോ അമ്മ വിശ്വസിക്കില്ല. ഇനി അക്കാര്യത്തിൽ ശാലിനിക്ക് പങ്കുണ്ടെന്ന് തന്നെ വിചാരിക്കുക. ശാലിനി മാത്രം എങ്ങനെയാ അമ്മ തെറ്റുകാരിയാവുക? അമ്മയുടെ മകനും അതിലൊരു പങ്കില്ലേ? അനുസരണക്കേട് കാട്ടിയെന്ന് പറഞ്ഞ് അമ്മ ശാലിനിയുടെ ചെകിട്ടത്തടിച്ചു. വിഷ്ണുവേട്ടനെ ബലമായി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഒരേ തെറ്റിന് ഒരാൾക്ക് ശിക്ഷയും മറ്റൊരാൾക്ക് ഇളവും. അതിന്റെ ന്യായം എന്താന്ന് അമ്മ പറഞ്ഞേ? എല്ലാത്തിനും നീതി ന്യായം നോക്കുന്ന ആളല്ലേ അമ്മ? സ്വന്തം മക്കളോട് എല്ലാ അമ്മമാർക്കും ഒരു വേർതിരിവുണ്ടമ്മേ. ഇല്ലാന്ന് പറയുന്നതൊക്കെ വെറുതെയാ. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ അത് അവരെ കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യിപ്പിച്ചതാണെന്ന് മനസ്സുകൊണ്ട് ന്യായീകരിക്കും. അമ്മേ, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മറ്റു വീട്ടിലുള്ള മരുമക്കൾക്കുള്ളതിനേക്കാൾ ഒരു പൊടി സങ്കടം പോലും അമ്മയുടെ മകൾക്കില്ലാന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റൊരു ഭാഗ്യം കൂടിയുണ്ട് എനിക്കിപ്പോ ഈ വീട്ടിൽ. പറയെഴുന്നള്ളിപ്പിന് സദ്യ കൊടുക്കാന്ന് പറഞ്ഞ് സ്വന്തക്കാരെയെല്ലാം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവർക്ക് വാഴയില വെട്ടിയിട്ട് വായു കൊടുത്താ പോരാ,
വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അവിടുത്തെ പെണ്ണുങ്ങളാ വല്ലതും വെച്ചുണ്ടാക്കേണ്ടത്. അല്ലാതെ അതിഥികളുടെ കൂട്ടത്തിൽ കൊച്ചമ്മയായിട്ട് കയ്യും കഴുകി വന്ന് ഇരുന്നാ പോരാ. എവിടെ നോക്കി നിൽക്കാടി? പോയി ജോലി. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചോ? ഇവിടെ വസുമതിക്ക് മുന്നിൽ നിന്റെ വക്കാലത്തിന് വരില്ല ആരും. അമ്മേ, മോളി ചെല്ല്. അമ്മേനെ കളിയാക്കിയതല്ലോ. എന്തിന്? നീ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ കാര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ നിന്റെ വീടായിട്ട് തന്നെ ഞാനും കരുതാം. ചെല്ലുമോളെ. അമ്മയും വരാം ഒരു സഹായത്തിന്. അമ്മയോ? എനിക്ക് അടുക്കള ജോലിയൊന്നും അറിയില്ലെന്നാ നീ കരുതിയിരിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു അത്യാവശ്യം വന്നാൽ ഞാൻ അടുക്കള കയറണ്ടേ?